ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണല്ലോ. അപ്പോൾ ഭഗവാൻ ഒരു സ്പെഷ്യൽ മാല കെട്ടാൻ ഏട്ടൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തുളസി പറിക്കുകയാണ് കേട്ടോ. ഇന്ന് തുളസിയും തെച്ചിയും വെച്ചിട്ട് ഒരു ഉണ്ടമാല കെട്ടാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. പിന്നെ ഈ തുളസി തൈകളൊക്കെ ഏട്ടൻ കുഴിച്ചിട്ടതാണ് കേട്ടോ അമ്പലത്തിൽ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് തുളസി വാങ്ങേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്ത് പുറത്തുനിന്ന് വാങ്ങാറാണ് കേട്ടോ. പിന്നെ മാല കെട്ടാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ ആദ്യം തന്നെ തുളസിയിലുള്ള പൂക്കളൊക്കെ പറിച്ച് ഒഴിവാക്കുകയാണ് കേട്ടോ ചെയ്തത്. പൂക്കളൊക്കെ ഒഴിവാക്കി പിന്നെ വലുതായിട്ടുള്ള കൊമ്പുകളില്ലേ, ആ കൊമ്പുകളൊക്കെ ഒന്ന് മുറിച്ചും ചെയ്തു. പിന്നെ നാരൊന്ന് നനച്ചു കൊടുത്തു കേട്ടോ. നല്ല ഉണങ്ങിയ നാരാണ്, അപ്പോൾ അതൊന്ന് നനച്ചു കൊടുത്തു. എൻ്റെ ഇടയ്ക്കൊക്കെ ഏട്ടൻ ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ മാല കെട്ടുന്നതിനെ കുറിച്ചിട്ടൊക്കെ. പിന്നെ മാല കെട്ടുമ്പോൾ ഫസ്റ്റ് തന്നെ എപ്പോഴും തുളസി കെട്ടണം എന്ന് പറഞ്ഞു. ആ മാല കെട്ടാൻ പഠിച്ചത് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണ്. കഴിഞ്ഞ വർഷത്തെ വാവോത്സവത്തിനാണ് ഞാൻ ആദ്യമായിട്ട് മാല കെട്ടിയത്. തുളസി മാലയായിരുന്നു കേട്ടോ ഞാൻ കെട്ടിയതും. ഈ മാല കെട്ടാൻ ഏകദേശമായിട്ട് 1.25 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഉണ്ടമാല ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. പിന്നെ തുളസി മാലയൊക്കെ ആണെങ്കിൽ ഏട്ടൻ 10 മിനിറ്റ് കൊണ്ട് കെട്ടിക്കഴിയും കേട്ടോ. Okay. വലിച്ചോളി, ക്യാമറ ഒന്നും മാറല്ലേ. അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണനെ നാളെ പിറന്നാൾ ദിവസമായിട്ട് ചേർത്താനുള്ള മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മാല ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മാല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. കാണിച്ചു തരണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി നാളെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.